ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജകീയമായ രീതിയിൽ ഒരു വിനോദയാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രാജകീയ യാത്രയ്ക്ക് പറ്റിയ ഒരു കിടിലൻ വാഹനം കട്ടപ്പനയിൽ എത്തിയിട്ടുണ്ട്. ആംബ്രോ ഗ്രൂപ്പിന്റെ മിക്ക ഹോളിഡേയ്സ് അവതരിപ്പിക്കുന്നു ഫോഴ്സ് അർബേനിയ. ഫുട്വെയറുകളുടെ കാര്യത്തിൽ ഇനി ഒരൊറ്റ ചോയ്സ്, ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്. പാരമ്പര്യത്തിനൊത്ത മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ക്രിസ്തുമസ് എന്നാണ്. ഈ ചോദ്യം കേട്ടാൽ നിസ്സംശയം നമ്മൾ പറയും ഡിസംബർ 25 എന്നല്ലേ. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഈ ഉത്തരം തെറ്റാകും കേട്ടോ. കാരണം ഇവിടങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ജനുവരിയിലാണ്. ജനുവരി 7 ക്രിസ്തുമസ് ദിനമായി ആഘോഷിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്. ഇതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട്. കാണാം അത് എന്തെന്ന്. യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് 7-ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ഇവർ ജൂലിയൻ കലണ്ടർ പിന്തുടരുന്നതാണ് ക്രിസ്തുമസ് ദിനം അടക്കം മാറുവാൻ കാരണം. സാധാരണ കലണ്ടർ ഉപയോഗിക്കുമെങ്കിലും ക്രിസ്മസ് പോലെയുള്ള ആഘോഷങ്ങൾക്ക് ഇവർ പിന്തുടരുന്നത് ജൂലിയൻ കലണ്ടറാണ്. റോമൻ ഭരണാധികാരിയായിരുന്ന ജൂലിയസ് സീസർ BC 46 ഉണ്ടാക്കിയ കലണ്ടറാണ് ജൂലിയൻ കലണ്ടർ എന്നാണ് രേഖകൾ പറയുന്നത്. കാലങ്ങൾ കണക്കാക്കുന്നതിലെ കൃത്യതയില്ലായ്മ കൊണ്ട് അധികമാരും ഈ കലണ്ടർ പിന്നീട് പിന്തുടരാതെയായി. ജൂലിയൻ കലണ്ടറിലെ ചില തകരാറുകൾ പരിഹരിക്കുന്നതിനായി 1582 പോപ്പ് ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടാക്കിയിരുന്നു. ഗ്രിഗോറിയൻ കലണ്ടർ വന്നതോടെ ഭൂരിഭാഗം ക്രിസ്ത്യൻ ലോകവും ഇത് അംഗീകരിക്കുകയും ഈ ദിവസങ്ങൾ പിന്തുടരുവാൻ തുടങ്ങുകയുമായിരുന്നു. എന്നാൽ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിലെ ഒരു വിഭാഗം വിശ്വാസികൾ ഇപ്പോഴും ഗ്രിഗോറിയൻ കലണ്ടർ തെറ്റാണെന്ന് വിശ്വസിച്ച് ജൂലിയൻ കലണ്ടർ പിന്തുടർന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ വിഭാഗമാണ് ഇപ്പോഴും ജനുവരി 7-ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ജനുവരി മാസം 7-ാം തീയതി ക്രിസ്മസ് ആഘോഷിക്കുന്ന ജനവിഭാഗങ്ങൾ ലോകത്തിൽ അനവധിയായിട്ടുണ്ട്. അത് ഒരു കാരണത്താലാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് BC 46 ജൂലിയസ് സീസർ ഉണ്ടാക്കിയ ഒരു കലണ്ടർ, അതായത് ജൂലിയൻ കലണ്ടർ പ്രകാരം മതപരമായ ചടങ്ങുകൾ ഇപ്പോഴും നടത്തുന്ന ഓർത്തഡോക്സ് വിഭാഗം, അതായത് പൗരസ്ത്യ വിഭാഗം സഭകളാണ് ജനുവരി മാസം 7-ാം തീയതി ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സഭാവിശ്വാസികൾ 1582 പോപ്പ് ഗ്രിഗറി 13 നമ്മുടെ പഴയ ജൂലിയൻ കലണ്ടർ പരിഷ്കരിച്ചതിനെ തുടർന്ന് ഉണ്ടായ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിക്കുന്നതുകൊണ്ടാണ് ഡിസംബർ 25-ാം തീയതി നമ്മുടെ രാജ്യത്തും ഈ ക്രിസ്മസ് ആഘോഷം ഡിസംബർ 25-ന് വരാനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് രാജകീയമായ രീതിയിൽ ഒരു വിനോദയാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രാജകീയ യാത്രയ്ക്ക് പറ്റിയ ഒരു കിടിലൻ വാഹനം കട്ടപ്പനയിൽ എത്തിയിട്ടുണ്ട്. ആംബ്രോ ഗ്രൂപ്പിന്റെ മിക്ക ഹോളിഡേയ്സ് അവതരിപ്പിക്കുന്നു ഫോഴ്സ് അർബേനിയ. ഫുട്വെയറുകളുടെ കാര്യത്തിൽ ഇനി ഒരൊറ്റ ചോയ്സ്, ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്. പാരമ്പര്യത്തിനൊത്ത മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.